pipeline. Okay. Today we will discuss regarding how to represent a reservation table and how to schedule collision-free initialization of process. How to, hello? Okay. Then you have to write one side heading in uh, reservation table in nonlinear pipeline. Reservation table in nonlinear pipeline. You can write 2 points. Reservation table shows different initiation for reservation table show different initiation for nonlinear pipeline in nonlinear pipeline, and it indicate repeated usage of same stages in different cycle. It indicate repeated usage of same stages in different cycle. Okay. Then next side heading is the latency analysis. Latency analysis. Okay. Latency means it is the number of unit represented in clock cycle between two initiation of pipeline. In this diagram I will explain with this diagram. Here you can see first initiation of B take place in 0th clock cycle. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആഫ്റ്റർ 1 2 രണ്ട് ക്ലോക്ക് സൈക്കിളിന് ശേഷമാണ് ദെൻ തേർഡ് റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ലാറ്റൻസി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലുള്ള പ്രോസസ്സും ഇനീഷ്യേറ്റ് ആവണം. ദിസ് റിസർവേഷൻ ടേബിൾ ഫോർ വൺ പ്രോസസ്. അപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ ലാറ്റൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ റിസർവേഷൻ ടേബിൾ. ഈ മാർക്ക് കാണുന്നൊക്കെ യൂസേജ് ഓഫ് റിസോഴ്സസ് ആണ്. ഇതുപോലെ വേറൊരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ആകുമ്പോൾ വി ക്യാൻ ഐഡന്റിഫൈ ദി ലാറ്റൻസി ബൈ ഒബ്സർവിങ് ദിസ് ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലാറ്റൻസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ വേണേൽ ഒരു ടേബിൾ കാണിച്ചു തരാം. Here you can see this is the initiation of first process. X1 is the first process. Then next process X2 is initiated at 7. Here we can identify the latency. എത്ര ക്ലോക്ക് സൈക്കിൾ ഉണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ ഈ ഒരു ക്ലോക്ക് സൈക്കിൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, you can write latency is the number of time unit between two initiation of pipeline. Number of time unit between two initiation of pipeline. Clear? അനഘ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓഡിബിൾ ആണോ ഞാൻ? അഞ്ജലി? Sir, audible. Okay. Then it's regarding latency. Then second term, you have to write what is collision. Collision എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, collision happens when two successive initiation of process using same stage in same clock cycle. രണ്ട് പ്രോസസ്സ് സക്സസീവ് ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്തു ആൻഡ് ദേ ആർ യൂസിങ് സെയിം സ്റ്റേജസ് ഇൻ സെയിം ക്ലോക്ക് സൈക്കിൾ. ഇതിനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. സെയിം സ്റ്റേജിനെ സെയിം ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊളീഷൻ. സപ്പോസ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ലൈക്ക് ഹിയർ യു ക്യാൻ സി മൈ റിസോഴ്സ് X1, ദിസ് ഈസ് മൈ സ്റ്റേജ് 1, ദിസ് ഈസ് മൈ സ്റ്റേജ് 2, ദിസ് ഈസ് സ്റ്റേജ് 3. ഇതൊന്നും കൊളീഷൻ ഇല്ല, എവിടെയും ഒന്നും കൊളീഷൻ ഇല്ല, ബിക്കോസ് ഈച്ച് റിസോഴ്സ് ഹാവ് ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ഡിഫറെന്റ് ടൈം. സപ്പോസ് ഇൻ ക്ലോക്ക് സൈക്കിൾ 2 ഐ ആം ഇനീഷ്യേറ്റിംഗ് S2. ഇവിടെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തെന്ന് കരുതുക, വിച്ച് മീൻസ് വി ആർ യൂസിങ് സെയിം സ്റ്റേജ് S2 ഫോർ ഡിഫറെന്റ് പ്രോസസ്. ഇറ്റ് ഈസ് എ കൊളീഷൻ.
ആക്ച്വലി ദിസ് ഡയഗ്രാം ഈസ് എ കൊളീഷൻ ഫ്രീ ഷെഡ്യൂളിംഗ്. ഇതൊരു കൊളീഷൻ ഫ്രീ ഷെഡ്യൂളിംഗ് ആണ്. ഇവിടെ ഞാൻ വീണ്ടും ഒരു പ്രോസസ്സൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഐ എം ഇനീഷ്യേറ്റിംഗ് S3 ഹിയർ, S3 ഇൻ ക്ലോക്ക് സൈക്കിൾ 10 യൂസിങ് സെയിം സ്റ്റേജ് S2, S3 ഉം S2 ഉം സെയിം സ്റ്റേജ് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ കൊളീഷൻ. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് എ സെന്റൻസ് ഫോർ കൊളീഷൻ. Attempt by 2 or more initiation to use the same pipeline stage at the same time. Masna, Sangeet, clear alle? Sure. Okay. Then we are defining a term forbidden latencies and permissible latencies. Forbidden latency means a latency that will cause collision. A latency that will cause collision. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാറ്റൻസീസ് മീൻസ് ആ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സക്സസീവ് ഇനീഷ്യേഷൻ ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ ലാറ്റൻസി എന്ന് പറയുന്നത്. എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ successive initiation of process. Suppose I am having a latency here. Here latency in between x1. Here it is latency is 2. ഇവിടെ ഞാനൊരു ലാറ്റൻസി, ഈ ഒരു ലാറ്റൻസി 1 ബിക്കോസ് 2 - 1, ഇവിടെ ഈ ഒരു ലാറ്റൻസി എന്ന് പറയുമ്പോൾ ലാറ്റൻസി 1 ആണ്. സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു മീൻസ് ഓൺലി 1 ക്ലോക്ക് സൈക്കിൾ ഗ്യാപ്പ് ഈസ് ദർ. അപ്പോൾ ഇവിടെ ഞാനൊരു പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്തെന്ന് കരുതുക, x2. ദെൻ ഇതിൽ ഇനി ഞാൻ വേറെ എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് കൊണ്ട് S2 S6 സൈക്കിൾ 1 യൂസ് ചെയ്യുന്നതെങ്കിൽ വിച്ച് മീൻസ് ഇവിടെ ലാറ്റൻസി 2 ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത ആ പ്രോസസ്സ് x2 പ്രോസസ് ഈസ് മേക്കിംഗ് എ കൊളീഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോർബിഡൻ ലാറ്റൻസീസ് എന്ന് പറയുന്നത്. അതായത് ലാറ്റൻസി 1 ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോസസ്സ് കൊളീഷൻ ഉണ്ടാക്കുന്നുവെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ഫോർബിഡൻ ലാറ്റൻസി. അതായത് എ ലാറ്റൻസി വിച്ച് മേക്ക് കൊളീഷൻ ഈസ് നോൺ ആസ് ഫോർബിഡൻ ലാറ്റൻസി. Sangeet, can you please define forbidden latency? Sangeet. Agil Sipol, what is forbidden latency? Srishma. Hello. Agil പറഞ്ഞോളൂ, what is forbidden latency? Collision ഉണ്ടാക്കുന്ന ലാറ്റൻസിയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോർബിഡൻ ലാറ്റൻസി എന്ന് പറയുന്നത്. വിത്ത് എക്സാമ്പിൾ വേണം ഒന്നുകൂടി നോക്കുക. സപ്പോസ് ഐ ആം ഹാവിങ് എ പ്രോസസ് x1, ഈ ടേബിളൊക്കെ x1 ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഐ ആം ഇനീഷ്യലൈസിങ് S2 ആൻഡ് ഇൻ ദി സ്റ്റേജ് ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ സപ്പോസ് x2 ഒരു കൊളീഷൻ ഉണ്ടാക്കുന്നെന്ന് കരുതുക. അപ്പോൾ എനിക്ക് പ്രോബ്ലം ആയത് എന്താണ്? ഐ ആം ട്രൈങ് ടു ഇനീഷ്യേറ്റ് x2 in second clock cycle, that is making collision. So we are not saying it as forbidden latency. And the second one is permissible latency. Permissible latency. Latency that will not cause collision. Latency that will not cause collision. Okay. Then a concept of average latency that you can write. Latency cycle obtained by dividing the sum of all latencies by number of latencies along the cycle. ഇത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോർമൽ ആവറേജ് ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ തന്നെ വി ആർ ഐഡന്റിഫൈങ് ലാറ്റൻസീസ് അവൈലബിൾ ഇൻ അവർ സിസ്റ്റം, ദെൻ ഡിവൈഡിങ് വിത്ത് നമ്പർ ഓഫ് ലാറ്റൻസീസ്. എത്ര ലാറ്റൻസീസ് ഉണ്ടോ ടോട്ടൽ നമ്പർ ഓഫ് ലാറ്റൻസിന്റെ സമ്മും നമ്മൾ കണ്ടുപിടിക്കും. അതിന് എത്ര ലാറ്റൻസി ഉണ്ട് എന്നുള്ളത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് വി ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് എ പ്രോബ്ലം. നിങ്ങളിപ്പം ഈ രണ്ട് ടേംസ് യൂസ് ചെയ്യുക, ഫോർബിഡൻ ലാറ്റൻസി ആൻഡ് പെർമിസിബിൾ ലാറ്റൻസീസ്. ബാക്കി ടേംസ് ഒക്കെ പ്രോബ്ലത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ബൈ ഐഡന്റിഫൈങ് എ ലാറ്റൻസി സീക്വൻസ് നമുക്ക് പെർമിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ നോൺ ഫോർബിഡൻ ആയിട്ട് കുറേ ലാറ്റൻസി സീക്വൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സപ്പോസ് I am writing forbidden latency. Latency is making problem. In my problem, suppose 2 is making problem, 4 is making problem. But permissible latency I am having 1 is permissible, 3 is permissible. ഇങ്ങനെ ഞാൻ പെർമിസിബിൾ ആയിട്ടുള്ളതും ഫോർബിഡൻ ആയിട്ടുള്ള ലാറ്റൻസി നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആഫ്റ്റർ ലിസ്റ്റ് ഔട്ടിങ് ഫോർബിഡൻ ലാറ്റൻസി ആൻഡ് പെർമിസിബിൾ ലാറ്റൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഐഡന്റിഫൈ ലാറ്റൻസി സീക്വൻസ്. ഏതൊക്കെ ലാറ്റൻസീസ് ആണ് ഐഡന്റിഫൈ ചെയ്തത്, which all are forbidden, which all are permissible, that we can list out. That is known as latency sequence. A sequence of permissible non-forbidden latencies between successive tasks. Latency sequence നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം.
Then by observing a latency sequence, we can say some latency sequences are repeating. ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പം ചില സീക്വൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ലാറ്റൻസി സൈക്കിൾ, which means after a particular clock cycle or particular time, same sequence are repeating. അതിനെ നമുക്കൊരു ലാറ്റൻസി സൈക്കിൾ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇൻ ദിസ് ഡയഗ്രാം ഇറ്റ്സെൽഫ് യു ക്യാൻ സി, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുക. ഹിയർ യു ക്യാൻ സി ഇൻ 7th ക്ലോക്ക് സൈക്കിൾ ഓൺവേർഡ് 7th to 12th വരെയുള്ള ഈ ഒരേ സീക്വൻസ് ആയിരിക്കും ഈ ഒരു പാർട്ടിലും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. നോക്കുക, ഫസ്റ്റ് 7 and 8 വി ആർ യൂസിങ് സ്റ്റേജസ്, സെയിം സ്റ്റേജ്. ആൻഡ് 13 and 14 സെയിം റെപ്രസെന്റേഷനിൽ സീക്വൻസ് പോലെ അത് റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. ഹിയർ യു ക്യാൻ സി x2, ഹിയർ യു ക്യാൻ സി s3. ഇവിടെ x2 ഉള്ളത് ഇവിടെ x3 ആണ്. ഇവിടെ x2 again here it is x3, here s2, here it is x3. ഇങ്ങനെ സെയിം സീക്വൻസ് റിസർവേഷൻ ടേബിളിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ we can say it is a latency cycle. By observing a reservation table of different process, we can see some sequences are repeating after a clock cycle, a particular number of clock cycle, same sequence are repeating. That we are known as a latency cycle. That's known as latency cycle. Clear? Dilna, Masna. That's about latency cycle. Okay, Masna. I have another diagram. Here also you can see, this is a big diagram. Second diagram കുറച്ചുകൂടി simple ആണ്, that I can explain. Here you can see, after 6th clock cycle, we are observing different cycles. ഈ ഒരു 3 പാർട്ട് നിങ്ങൾ നോക്കുക. Again you can see, ഈ ഒരു 3 പാർട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും they are having same pattern, just like a cycle. നിങ്ങൾ നോക്കുക, എവിടെയും കൊളീഷൻ ഇല്ലാതെ ഒബ്സർവിങ് സെയിം പാറ്റേൺ. ഇവിടെ ഒരു ഗ്യാപ്പ്, ഹിയർ ഓൾസോ വൺ ഗ്യാപ്പ്, ഹിയർ ഓൾസോ വൺ ഗ്യാപ്പ്. ആൻഡ് സക്സസീവ് ഇനീഷ്യേഷൻ ഓഫ് x3, x1, x2. ഹിയർ ഇറ്റ് ഈസ് x4, x2, x3. ഹിയർ ഇറ്റ് ഈസ് x5, s3, s4. സെയിം പാറ്റേൺ ഇൻ ക്ലോക്ക് സൈക്കിൾ വി ക്യാൻ ഐഡന്റിഫൈ ഹിയർ. ഇറ്റ് ഇസ് നോൺ ആസ് എ ലാറ്റൻസി സൈക്കിൾ. കണ്ടോ, 3 ക്ലോക്ക് സൈക്കിൾ ഗ്യാപ്പിൽ സെയിം പാറ്റേൺ ഒബ്സർവ് ചെയ്യുമ്പോൾ വി ആർ സെയിങ് ഇറ്റ് ഈസ് എ ലാറ്റൻസി സൈക്കിൾ. ക്ലിയർ? And here also we can see in between 7 to 12 there is a pattern. Same pattern is identified from 13 to 18. Again it is a latency cycle of 6 clock cycle gap. You can identify another latency cycle. Clear? Anjali, Advaid, Ajmal. Advaid, Ajmal, clear? Annaga. Okay. Then next is heading collision free scheduling. Collision free scheduling. ഒരു ലൈൻ എഴുതുക. In order to identify a collision free scheduling, we have to prepare a collision vector. We have to prepare a collision vector where we are using 1 to represent forbidden latency, where we are using 1 to represent forbidden latency and 0 to represent permissible latency, and 0 to represent permissible latency. 0 to represent permissible latency. Next line എഴുതുക. Length of a collision vector will be, length of collision vector will be 1 less than that of number of columns in a reservation table. 1 less than that of number of columns in a reservation table. Columns in a reservation table. Okay.
now you can identify, we introduce a term collision vector where we are representing different states of a reservation table, where we are representing actually a state of a reservation table, which means by observing that collision vector, we can identify permissible latency and forbidden latency, where we are representing permissible latency with 0 and forbidden latency with 1. Okay. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ദിസ് ഈസ് മൈ റിസർവേഷൻ ടേബിൾ. ദിസ് ഈസ് മൈ റിസർവേഷൻ ടേബിൾ. ക്ലിയർ അല്ലേ? ഇതിൽ ഈ ഒരു റിസർവേഷൻ ടേബിൾ കാണുമ്പോൾ വി ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ഓൾ ലാറ്റൻസീസ് ആർ പെർമിസിബിൾ ആൻഡ് വിച്ച് ഓൾ ലാറ്റൻസീസ് ആർ ഫോർബിഡൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക, 1 2 3 4 5 6 7 8 number of columns are there. So as I said, collision vector length will be less than by 1 that of a reservation table. അപ്പം length of this collision vector will be 7. നമ്മളൊരു collision vector കണ്ടുപിടിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് 7. കാരണം 8 ലെങ്തിലാണ് റിസർവേഷൻ ടേബിൾ ഉള്ളത്. അതിനേക്കാൾ 1 കുറവായിരിക്കും നമ്മുടെ എന്തിൻ്റെത് മീൻസ് കൊളീഷൻ വെക്ടറിന്റെ ലെങ്ത്. ഇനി കൊളീഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുക. നമ്മൾ ബിറ്റ് റെപ്രസെന്റേഷനിൽ നമ്മൾ വെക്ടർ എഴുതും, വേർ 1 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോർബിഡൻ ലാറ്റൻസിനെയാണ്, ബിറ്റ് 0 റെപ്രസെന്റിങ് പെർമിസിബിൾ ലാറ്റൻസി. ഓക്കെ. അപ്പം ഈ ഒരു പ്രോബ്ലം കിട്ടി, ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഇതിലെ ഫോർബിഡൻ ലാറ്റൻസീസ് ഏതാണ്, പെർമിസിബിൾ ലാറ്റൻസീസ് ഏതാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും 6 - 1 കണ്ടോ, ഹിയർ ഇറ്റ് ഈസ് 6, ഹിയർ ഇറ്റ് ഈസ് 1. 6 - 1 ഈക്വൽ ടു 5, 8 - 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ദെൻ 8 - 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 7. ഈ ഓരോ ടേബിളിലെയും ഡിഫറൻസ് നമ്മൾ, അതായത് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഇനീഷ്യേഷൻ ഓഫ് പ്രോസസ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അഗൈൻ യു ക്യാൻ സി ഇൻ സെക്കൻഡ് റോ 4 - 2 ഇറ്റ് ഈസ് 2. And in the third row 5 - 3 it is 1, and 7 - 5 it is 2, and 3 - 7 - 3 it is 4. എന്നിട്ട് കോമൺ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എഴുതാം. വി ക്യാൻ ഐഡന്റിഫൈ 1 is there, 2 is there, 4 5 7. ഇങ്ങനെ കുറേ വാല്യൂസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 1 2 4 5 7 ഇതൊക്കെ ഫോർബിഡൻ ലാറ്റൻസീസ് ആണ്. 1 2 4 5 7 ഇതൊക്കെ ഫോർബിഡൻ ലാറ്റൻസീസ് ആണ്. ഇവിടെയൊക്കെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താവും, പ്രോസസ്സ് കൊളീഷനിലേക്ക് പോവും. ഓൺലി 3 ഡിഫറൻസ് വരുന്ന 3 മാത്രമേ ഉള്ളൂ പെർമിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ടേബിളിലെ ലാറ്റൻസി. അപ്പം നമ്മൾ പൊസിഷനിൽ എഴുതുമ്പോൾ 7 ആണ് ലെങ്ത് എന്ന് പറഞ്ഞു, 3 മാത്രം, അതായത് 1 1 0 1 1 1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കൊളീഷൻ വെക്ടർ എഴുതുക. 1 2 3 4 5 6. ഇതിൽ കണ്ടോ 3 മാത്രമാണ് പെർമിസിബിൾ ലാറ്റൻസി, ഓൾ അതർ 1 ഇൻഡിക്കേറ്റിംഗ് കൊളീഷൻസ്, ഇറ്റ് ഈസ് ഫോർബിഡൻ ലാറ്റൻസി. ഈ ഒരു കോൺസെപ്റ്റ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ബൈ ഒബ്സർവിംഗ് റിസർവേഷൻ ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഐഡന്റിഫൈ ഫോർബിഡൻ ലാറ്റൻസി ആൻഡ് പെർമിസിബിൾ ലാറ്റൻസി. പെർമിസിബിൾ ലാറ്റൻസി റെപ്രസെന്റഡ് ബൈ 0 ആൻഡ് ഫോർബിഡൻ ലാറ്റൻസി റെപ്രസെന്റഡ് ബൈ 1. ഇനി കൊളിഷൻ വെക്ടർ വരക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഓരോ സ്റ്റേജസിലും ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. ഓക്കെ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിളും കൂടി നെക്സ്റ്റ് എന്നൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു ചെറിയ എക്സാമ്പിൾ ഉണ്ട്, അത് പറയാം. കണ്ടോ, നമ്മൾ 2 4 5 7 നമ്മൾ ഫോർബിഡൻ ലാറ്റൻസി നേരത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ടേബിൾ വരക്കുമ്പോൾ കണ്ടോ, ഇതാണ് ഫോർബിഡൻ ലാറ്റൻസി 2 4 5 7. നമുക്ക് കൊളീഷൻ വരാത്തത് അപ്പം 6th കൊളീഷൻ വരൂല കേട്ടോ. അപ്പം നേരത്തെ എഴുതിയത് നമുക്ക് ഒന്നുകൂടി വേണേൽ എഴുതാം. 2 0 2 ഈസ് ഫോർബിഡൻ ലാറ്റൻസി, 3 കൊളീഷൻ ഉണ്ടാക്കുന്നില്ല. then again 4 കൊളീഷൻ ഉണ്ടാക്കുന്നുണ്ട്, 5 കൊളീഷൻ ഉണ്ടാക്കുന്നുണ്ട്, 6 കൊളീഷൻ ഉണ്ടാക്കുന്നില്ല, 7 കൊളീഷൻ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെയാണ് അതിന്റെ റിസർവേഷൻ ടേബിൾ വരിക.
മീൻസ് കൊളീഷൻ വെക്ടർ വരിക. ഇതൊന്നുകൂടി പറയാം, ഈ എക്സാമ്പിൾ ഒന്നുകൂടി പറയാം, എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കുക. സപ്പോസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ദിസ് ഈസ് അവർ റിസർവേഷൻ ടേബിൾ ഫോർ ഒബ്സർവിങ് ഫോർബിഡൻ ലാറ്റൻസി ആൻഡ് പെർമിസിബിൾ ലാറ്റൻസി. അപ്പൊ നിങ്ങൾ ഒന്ന് എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. അനഘ, മസ്ന, അഞ്ജലി, എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് ടു ഐഡന്റിഫൈ കൊളിഷൻ വെക്ടർ. കൊളിഷൻ വെക്ടർ മീൻസ് ബൈ ഒബ്സർവിങ് കൊളിഷൻ വെക്ടർ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ലാറ്റൻസീസ് ആണ് പെർമിസിബിൾ ഓർ വിച്ച് ഓൾ ലാറ്റൻസീസ് ആർ ഫോർബിഡൻ. ദെൻ വി ഹാവ് എ കോൺസെപ്റ്റ് ലൈക്ക് ഫോർബിഡൻ ലാറ്റൻസി എഫ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കൊളിഷൻ ഉണ്ടാക്കുന്നതാണ്, മേക്ക് കൊളിഷൻ. പെർമിസിബിൾ ലാറ്റൻസി പി റെപ്രസെന്റഡ് ബൈ 0, നോ കൊളിഷൻ. ക്ലിയർ അല്ലേ? ഇനി ഹൗ ടു ഐഡന്റിഫൈ ദി കൊളിഷൻ വെക്ടർ. ഫസ്റ്റ് ഒബ്സർവ് ദി റിസർവേഷൻ ടേബിൾ. SA ഒബ്സർവ് ചെയ്യുക. ബൈ ഒബ്സർവിങ് SA we can identify the gap between two elements, two stages, same stage യൂസ് ചെയ്തത് 6 minus 1, it is 5. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. Again second stage, here it is 4 minus 2, it is 2, identified. Again in third clock cycle 5 minus 3, again it is 2. ഇത് നമുക്ക് ഫോർബിഡൻ ലാറ്റൻസി ആണ് തരുന്നത്, വിച്ച് മീൻസ് നമ്മൾ ബിറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പം സെക്കൻഡ് ബിറ്റും ഫിഫ്ത്ത് ബിറ്റും നമ്മൾ 1ൽ റെപ്രസെന്റ് ചെയ്യണം. അതെന്താണ്? ഫോർബിഡൻ ലാറ്റൻസി ആണ്. ക്ലിയർ? അനഘ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ബൈ ഒബ്സർവിങ് റിസർവേഷൻ ടേബിൾ അനഘ എന്ത് മനസ്സിലാക്കും? അതിൽ ഏതൊക്കെയാണ് ഫോർബിഡൻ ലാറ്റൻസി എന്ന് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ലെങ്ത്, നമ്മുടെ വെക്ടറിന്റെ ലെങ്ത് എങ്ങനെ മനസ്സിലാവും? വെക്ടർ ലെങ്ത് ഈക്വൽ ടു 1 മൈനസ് നമ്പർ ഓഫ് കോളംസ് ഇൻ റിസർവേഷൻ ടേബിൾ. അപ്പൊ 6 കോളം ഉണ്ടെങ്കിൽ വെക്ടർ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ 5 ലെങ്ത് ഉണ്ട്. 1 2 3 4 5 ലെങ്ത്. അതിൽ 2ഉം 5ഉം 1 ആണെന്നും പറഞ്ഞു. 2 ഈസ് 1 ആൻഡ് 5 ഈസ് 1. ക്ലിയർ? അതേഴ്സ് ആർ 0. അപ്പൊ ഇങ്ങനെ ഒരു റിസർവേഷൻ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹിയർ 1 ആൻഡ് 5th ക്ലോക്ക് സൈക്കിൾ നമ്മൾ എന്തെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗോ ഫോർ എ കൊളീഷൻ. 1 3 4 പെർമിസിബിൾ ലാറ്റൻസി. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ എഴുതാം ടു ഐഡന്റിഫൈ എ കൊളിഷൻ വെക്ടർ. To identify collision vector, calculate forbidden latency from the reservation table. Calculate forbidden latency from the reservation table. Okay. Calculate forbidden latency from the reservation table. Next line is the represent collision vector with 1 and 0. Represent collision vector with 1 and 0. 1 representing forbidden latency and 0 representing permissible latency. 1 representing forbidden latency and 0 representing permissible latency. Clear aane? Next side heading is the state diagram. State diagram. State diagram. Next line is the state diagram represent. State diagram represent permissible state transition. Permissible state transition among successive initiation. Permissible state transition among successive initiation. അതായത് ഇനീഷ്യലി വി ആർ ഹാവിങ് എ കൊളീഷൻ വെക്ടർ. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കൊളീഷൻ വെക്ടർ എന്ന് കരുതുക. ഒരു എക്സാമ്പിളിൽ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു കൊളീഷൻ വെക്ടർ എന്ന് കരുതുക. ദെൻ വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ഫസ്റ്റ് ബിറ്റ് ഇറ്റ് ഈസ് 0. ഫസ്റ്റ് ബിറ്റ് ഇറ്റ് ഈസ് 0. ഈ ഒരു ബിറ്റിൽ 0 ആണ് എങ്കിൽ ഇവിടെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോസസ്സ്
means by taking one clock cycle gap. If 0 means first പൊസിഷനിൽ 0 വന്നു എന്ന് കരുതിയാൽ എന്താ, 1 ക്ലോക്ക് സൈക്കിൾ ഗ്യാപ്പിൽ നമ്മളൊരു സ്റ്റേറ്റിനെ ഇനീഷ്യേറ്റ് ചെയ്താൽ അത് കൊളീഷൻ ഉണ്ടാവൂല എന്നാണ് മീൻ ചെയ്യുന്നത്. സോ വി ആർ ഇനീഷ്യേറ്റിംഗ് എ പ്രോസസ് അറ്റ് ക്ലോക്ക് സൈക്കിൾ 1. അതായത് ആ ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞ ഉടനെയുള്ള ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ തന്നെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന സ്റ്റേറ്റ് എന്തായിരിക്കും, ആ പ്രോസസ്സിന്റെ പിന്നീടത്തെ സ്റ്റേറ്റ് എന്താവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ അഗെയിൻ. 1, 2, 3 തേർഡ് ക്ലോക്ക് സൈക്കിളിൽ പെർമിസിബിൾ ആണ് എന്നാണ് ഈ വെക്ടർ നമുക്ക് തരുന്ന ഇൻഫോർമേഷൻ. സോ ഐ ആം ഗോയിങ് ടു ഇനീഷ്യേറ്റ് അനദർ പ്രോസസ് ഇൻ തേർഡ് ക്ലോക്ക് സൈക്കിൾ. ദെൻ വാട്ട് വിൽ ബി ദി സ്റ്റേറ്റ് ഓഫ് അവർ റിസർവേഷൻ ടേബിൾ? അത് പിന്നീട് എങ്ങനെ ഉണ്ടാവും, നമുക്ക് പിന്നെയും സർക്കിൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. എഗെയിൻ ഇൻ 6th ക്ലോക്ക് സൈക്കിളിൽ കൊണ്ടുപോയിട്ട് ഞാനൊന്നിന് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സ്റ്റേറ്റ് ചേഞ്ച് ആണ് ഉണ്ടാവുക, പിന്നെ ഏതെങ്കിലും നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരക്കുന്നത്. മസ്ന, വാട്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് ഡയഗ്രാം? മസ്നക്ക് എന്ത് മനസ്സിലായി? പറഞ്ഞോ, എന്താ മനസ്സിലായേ? ഇത് പെർമിസിബിൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊരു കൊളീഷൻ വെക്ടർ തന്നിട്ടുണ്ടാവും. അതില് ഫസ്റ്റ് ലാസ്റ്റ് പൊസിഷൻ, അതായത് 1 അത് പെർമിസിബിൾ ആണ്. 0 പെർമിസിബിൾ ആണ്. അവിടുന്ന് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് വി ക്യാൻ ഐഡന്റിഫൈ ദി സ്റ്റേറ്റ് ഡയഗ്രാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന സ്റ്റേറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് പ്രോബ്ലം പറഞ്ഞുതരാം. ബൈ ഒബ്സർവിങ് ദ സെക്കൻഡ് സ്റ്റേറ്റ് നമുക്ക് പിന്നെ മനസ്സിലാവും ഏതെങ്കിലും പെർമിസിബിൾ ആയിട്ടുണ്ടോ. നിങ്ങൾ ഈ ഡയഗ്രാം ഇപ്പം ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് നോക്കിയേ. 0 ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടാക്കി. ദെൻ വി ആർ ഗെറ്റിംഗ് അനദർ കൊളിഷൻ വെക്ടർ 1, 1, 1, 1. ഇതിലൊക്കെ 1 ആണ്. വിച്ച് മീൻസ് 1ൽ നമ്മൾ ഒരു പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഓൾ അതർ വാല്യൂസ് ആർ ഫോർബിഡൻ. ആൻഡ് സപ്പോസ് വി ആർ ഇനീഷ്യേറ്റിംഗ് ഇൻ തേർഡ് ക്ലോക്ക് സൈക്കിൾ. തേർഡ് ക്ലോക്ക് സൈക്കിളാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തെങ്കിൽ വി ആർ ഹാവിംഗ് അനദർ സ്റ്റേറ്റ്. നമുക്ക് പിന്നീട് ഒരു സ്റ്റേറ്റ് കിട്ടും. അവിടെ നമുക്ക് എന്തുണ്ട്, 3ഉം 6ഉം വീണ്ടും നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം. അവിടെ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാം. എഗെയിൻ നമ്മൾ അതിന് എന്തെങ്കിലും ട്രൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് ഡിഫറെന്റ് സ്റ്റേറ്റ്. By observing different states, we can identify which all are forbidden latencies and which all are permissible latencies. Clear alle? Okay, that we are going to identify with the help of a problem. Okay, next side heading is the state diagram. Next line എഴുതാ. To identify next state of a pipeline. Next state of a pipeline. Initial collision vector is loaded into shift register. Next, the register is then shifted to right. Next, ഈ ഒരു കണ്ടന്റ് എഴുതാ. Next state after shift is obtained by bitwise OR in. Bitwise OR operation ആണ് പെർഫോം ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേറ്റ് P is obtained by bitwise OR with initial collision vector. Bitwise ORing with initial collision vector. Okay. അപ്പോൾ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇനീഷ്യലി വി ആർ ഐഡന്റിഫൈങ് എ കൊളിഷൻ വെക്ടർ. വി ആർ സേവിങ് ഇറ്റ് ഇൻ ടു എ രജിസ്റ്റർ. ആൻഡ് നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഷിഫ്റ്റ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, സപ്പോസ് ഫസ്റ്റ് ബിറ്റ് ഈസ് റെപ്രസെന്റിങ് എ പെർമിസിബിൾ ലാറ്റൻസി ആണെങ്കിൽ വി ആർ ഷിഫ്റ്റിംഗ് ബൈ 1. സപ്പോസ് തേർഡ് ബിറ്റ് ഈസ് ഷോയിങ് എ പെർമിസിബിൾ ലാറ്റൻസി വി ആർ ഷിഫ്റ്റിംഗ് ഇറ്റ് ബൈ 3. ദെൻ ബിറ്റ് വൈസ് ഓർ ചെയ്യാണ് ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാവും. നമുക്ക് ഡയറക്ട്ലി പ്രോബ്ലം ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാവും.
നേരത്തെ നമ്മൾ ഐഡന്റിഫൈ ദ കൊളിഷൻ വെക്ടർ. ഹിയർ സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ പറയാം. ബൈ ഒബ്സർവിംഗ് ദിസ് റിസർവേഷൻ ടേബിൾ we are identifying our collision vector having 1 at second place and 1 at fifth place. 0, 1, 1, 2, 3, 4. Then this will be our collision vector 1, 0, 0, 1, 0. Clear alle? Anjali, this is our collision vector for our reservation table. Baby Sishma, Devika. അതായത് 2ലും 5ലും മാത്രം 1, 2ലും 1, 5ലും 1, ബാക്കിയൊക്കെ 0. 2 and 5 forbidden latency, 1, 3, 4 permissible latency. Clear alle? Kirtana, Sinan, Ijaz. Ajmal, Anjida, Baby Sishma, Devika. Okay. ഇനി നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രത്തിലേക്ക് പോവാം. Initially, our state diagram having a value. എന്താണ് വാല്യൂ ഉള്ളത്? വാല്യൂ 1, 0, 0, 1, 0, which means first position is permissible, third position is permissible, fourth position is permissible. And I am saying ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദി കൊളീഷൻ വെക്ടർ? ആ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന കൊളീഷൻ വെക്ടർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇനീഷ്യലി നമ്മൾ കൊളീഷൻ വെക്ടർ 1, 0, 0, 1, 0നെ രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യും. ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ 0 ഇവിടെ ഇട്ടു, 1, 0, 0, 1. ഈ ഒരു 0 അങ്ങോട്ട് പോയി, ഷിഫ്റ്റ് റൈറ്റ് ആണ് പറഞ്ഞത്. Then adding with the initial collision vector. ഈ initial collision vector ആഡ് ചെയ്യുമ്പോൾ 1, 1, 0, 1, 1, 1, 1, 0, 1, 1, 1, 1, 0, 1, 1. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന കൊളീഷൻ വെക്ടർ. എങ്ങനെയാണ് എങ്കിൽ ഫസ്റ്റ് ബിറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1, 1, 0, 1, 1 എന്നാണ് പുതിയ സ്റ്റേറ്റിലെ കൊളീഷൻ വെക്ടർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ബിറ്റിലെ മൂന്നാമത്തെ ടൈം ഗ്യാപ്പിൽ നമ്മളൊരു പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. ക്ലിയർ ആണോ? അഗെയിൻ, ഇസ് ദാറ്റ് ക്ലിയർ? വി ആർ ഗെറ്റിംഗ് 1, 1, 0, 1, 1. ക്ലിയർ? 1, 1, 0, 1, 1. റെസ്പോണ്ട് ചെയ്തേ. അഞ്ജലി, അഖിൽ സീപ്പോൾ, അനുഗ്രഹ്, ദേവിക. ക്ലിയർ? Okay, that I am explaining in second diagram. കണ്ടോ, we are getting 1, 1, 0, 1, 1. അത് തന്നെയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കുക, വൺ 1, 0, 1, 1 നമുക്ക് കിട്ടി. ഇനീഷ്യലി ഫോർ 1 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇൻ തേർഡ് ക്ലോക്ക് സൈക്കിൾ ആണ്. തേർഡ് ക്ലോക്ക് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു? 1, 0, 0, 1, 0 initially loaded into register, and third clock cycle, which means we have to shift by 3. 3 0 ഇട്ടു, 1, 0. കണ്ടോ, ഇതിന് നമ്മൾ ഈ 3 പൊസിഷനെ ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ, 3 പൊസിഷൻ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇത് ഇവിടെ വന്നു, ഈ 0 ഇവിടെ വന്നു, ബാക്കി മൊത്തം 0 ഇട്ടു. ഷിഫ്റ്റ് രജിസ്റ്റർ ബൈ 3 ലൊക്കേഷൻ. അപ്പം കണ്ടോ, 0, 1, 1 പറയുമ്പോൾ 1, 0 പറയുമ്പോൾ 0, 0, 1. 3 നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്കിൽ 1, 0, 0, 1, 0 വിൽ ബി ദി സ്റ്റേറ്റ് ഡയഗ്രാം വെൻ I ഈക്വൽ ടു 3. ഇത് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്യും. 1, 0, 0, 1, 0 വിൽ ബി ദി സ്റ്റേറ്റ് ഡയഗ്രാം വെൻ I ഈക്വൽ ടു 3. നിങ്ങൾ നോക്കുക, കണ്ടോ, 1, 0 ഞാൻ എഴുതിയത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. PPT നോക്കുക, 1, 0, 0, 1, 0, 1, 0, 0, 1, 0 will be the state diagram when I equal to 3. Next, we have to calculate the state diagram when I equal to 4. 4 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്.
ഓക്കെ 4 ആണെങ്കിൽ എന്താ സംഭവിക്കാന്ന് നോക്കിയേ. Again our initial vector collision vector is 1 0 0 1 0 is the initial collision vector. I equal to 4 means 0 0 0 4 ബിറ്റ് 0. ഈ ഒരു 1 മാത്രം ഇവിടെ ഉണ്ടാവും. ഓൾ അതേഴ്സ് ഷിഫ്റ്റഡ് റൈറ്റ്. 0 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. 1 1 0 0 1 1 0 0 1 1 തന്നെയാണ് 4 ടൈംസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉള്ളത് 1 0 0 1 1. അപ്പം ഇനീഷ്യലി നമുക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു ടേബിളിൽ നിന്ന് 1 നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, 3 നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, ദെൻ അഗൈൻ 4 നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാംസ് നമുക്ക് ഇവിടെ കിട്ടി. ക്ലിയർ അല്ലേ? അഗൈൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? അഗൈൻ വി ആർ മേക്കിംഗ് സ്റ്റേറ്റ് ഡയഗ്രാം ഫ്രം ദിസ് ടേബിൾ. ഇവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ വരക്കും. വിച്ച് മീൻസ് 1 1 0 1 1 വിൽ ബി ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇവിടുത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതാണ്. ആൻഡ് here only one permissible in the third, which means third place 0 0 0 1 1 will be the next state in identify 1 1 0 1 1. കണ്ടോ? ഇവിടുന്ന് നമ്മൾ 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ again we are getting the same state 1 1 0 1 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഓൺലി 1 പെർമിസിബിൾ 0. നമ്മൾ 3ൽ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എല്ലാ സ്റ്റേറ്റിലും 3ൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ we can easily identify a state 1 1 0 1 1. Clear അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, here I am having 3 and 4 are permissible. In this state 3 and 4 are permissible. അപ്പോൾ നമ്മൾ നോക്കുന്നു 1 0 0 1 1 is the initial. 3 permissible ആണെന്ന് നമുക്കറിയാം. which means 0 0 0 1 0 ഇടുക. എന്നിട്ട് ആഡ് ചെയ്യുക 1 1 0 0 1. കണ്ടോ? 3ൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. 3 വീണ്ടും 3ൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ വി ആർ ഗെറ്റിംഗ് ദി സെയിം സ്റ്റേറ്റ് 1 0 0 1 1. 4ൽ നമ്മൾ നോക്കിയാലും സെയിം സ്റ്റേറ്റ് തന്നെ കിട്ടും. ഇവിടെ അവർ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. വി ഹാവ് ടു ഐഡന്റിഫൈ ദി പെർമിസിബിൾ ലാറ്റൻസി ആൻഡ് ഐഡന്റിഫൈ ദി സ്റ്റേറ്റ് ട്രാൻസിഷൻ. എന്നിട്ട് ഓരോ ഉള്ള വാല്യൂസ് നമ്മളിങ്ങനെ ട്രാൻസിഷൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഓരോ സ്റ്റേറ്റിലുള്ള ട്രാൻസിഷൻ നമുക്കിങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി പറയാം. ഓഫ്ലൈനിൽ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. എന്താ അവസ്ഥ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇല്ല, ടൈം ആയിട്ടുണ്ട്. കുറച്ച് പേരൊന്ന് റെസ്പോണ്ട് ചെയ്യാം.